എല്ലാവർക്കും രേഖാസ് കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചെമ്മീൻ്റെ 2 കറിയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേറെ മോഡലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒന്ന് കണ്ടോളൂ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകാം. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ചെമ്മീൻ എടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളാണ്. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 5-6 വെളുത്തുള്ളി ഇതേപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സബോളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10 ചുവന്നുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് അതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പൗഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, നമുക്ക് ഇതിന് ചെമ്മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ കൂട്ടി തിരുമ്പി വെക്കണ കൊണ്ടാണ് കേട്ടോ ഉപ്പ് പൊടി ഇട്ടേക്കണത്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പെരിഞ്ചീരകം കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. അതെന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായി ഇതേപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മിക്സാക്കണത് ആക്കിയിട്ട് നമുക്കൊരു 15 മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും കൂട്ടി തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 15 മിനിറ്റ് കഴിയട്ടെ. ചെമ്മീനൊക്കെ ഒന്ന് വറുത്ത് കൊടുക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ചധികം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ പിന്നെ കറികളും ശരിയാക്കാൻ നിൽക്കാത്ത റോസ്റ്റ് എടുക്കാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊരു പ്രത്യേക ഒരു മണം ഉണ്ടാവും ഈ വറുക്കുന്നതിൽ. അപ്പോൾ എന്നിട്ട് നമുക്കിത് ചെമ്മീനിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ചെമ്മീനെല്ലാതും ഞാൻ ഇട്ട് കൊടുക്കുന്നത് എല്ലാതും ഇല്ല, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്കിതായിട്ട് കുറച്ചും കൂടി നമുക്ക് ചെമ്മീൻ ബാക്കിയുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു വശം മൊരിയുമ്പോൾ നമുക്ക് അപ്പുറം വശം മറച്ചിടാം കേട്ടോ. ചെമ്മീനെല്ലാതും ഒരു വശം മൊരിഞ്ഞപ്പോൾ ഞാൻ അപ്പുറം വശം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ചെമ്മീനൊക്കെ നല്ല പോലെ മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ചെമ്മീനെല്ലാതും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി ചെമ്മീനുണ്ട്, അതും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചെമ്മീനെല്ലാതും വറുത്ത് കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. ചെമ്മീൻ വറുക്കാൻ ഉപയോഗിച്ച അതേ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വീണ്ടും അതൊക്കെ ശരിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് നേരത്തെ വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് വാടി വരട്ടെ കേട്ടോ. വാടിയതിന് ശേഷം നമുക്ക് ഉള്ളി എല്ലാതും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിക്ക് നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചമുളകും ഉള്ളിയും സബോള ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് കറിയിൽ പോരാഞ്ഞ് വരാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വാടി വരണ വരയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളി എല്ലാതും വാടി ഉണങ്ങിയിട്ടാണ്. പക്ഷേ ഇങ്ങനെ വാടിയ പോരാ, ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് വരണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒപ്പം ഞാൻ ഒരു തക്കാളിയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഉള്ളി എല്ലാതും ഞാൻ നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്ക് തീ നല്ല പോലെ കുറച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോകാണ്ടിരിക്കാനാണ് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാതും കൂടെ മൂത്ത് വരുമ്പോൾ നല്ല മണം വരും. പിന്നെ അതുപോലെ തന്നെ ഇത് മൂത്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് എണ്ണ എല്ലാതും തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്ത പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണക്ക് മാറി നല്ല പോലെ മൂത്ത് വരട്ടെ കേട്ടോ. പൊടികളുടെ പച്ചമണക്ക് മാറിയത് എണ്ണയ്ക്ക് തെളിഞ്ഞ് വന്നിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഒരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് വാടി വരണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളി എല്ലാം നല്ലപോലെ വാടി വരുമ്പോൾ ഇതേപോലെ തന്നെ എണ്ണയ്ക്ക് നല്ലപോലെ തെളിഞ്ഞ് വരും. അപ്പോൾ തക്കാളി പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്കത് മൂടി വയ്ക്കാം. നമ്മുടെ തക്കാളി എല്ലാതും നല്ലപോലെ വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ റോസ്റ്റ് പോലെ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ. നമ്മൾ വെച്ച വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. കൂട്ടാലിന് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എല്ലാ ചെമ്മീനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് എന്നിട്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. കൂട്ടി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നമുക്കൊരു ചെറിയ തീയിലൊന്ന് വേവിക്കാം കേട്ടോ. നല്ല പോലെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കുറച്ച് നന്നായി ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അത് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഇതും നമുക്കിത് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ കറികളൊക്കെ. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിലർക്ക് അതിൽ കുഴമ്പ് വേണ്ടാത്തവർക്ക് ഒന്നും കൂടി ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ എന്നും പറയുന്ന പോലെ മോനെണ്ണ ഇത്തിരി ചാറൊക്കെ വേണം കൂട്ടാനിൽ. അപ്പോൾ അതുകൊണ്ട് സ്വല്പം കുഴമ്പ് പരുവത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ തന്നെ. അപ്പോൾ അതേ രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ ഒന്ന് അടിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ.